ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു സ്നാക്ക് ഉണ്ടാക്കലാണ്. ഇത് പൊരിച്ച അട എന്ന് പറയും. നമ്മൾ സാധാരണ മറ്റുള്ള അട, ഈ പുഴുങ്ങിയ അടയൊക്കെ നമ്മൾ കഴിക്കുന്നത്, പൊരിച്ചടയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് ആൾക്കാരെങ്കിലും കഴിക്കാതിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാത്തവരും കാണണേ. അപ്പം നമുക്ക് ആദ്യം ഞാൻ കുറച്ച് ചപ്പാത്തി മാവ് പരത്തി വെക്കുമ്പോൾ കുറച്ച് ഇതിന് വേണ്ടി സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 എണ്ണത്തിന് വേണ്ടി ഞാൻ ഉരുട്ടി പൂരിയുടെ വലുപ്പത്തിൽ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അരമുറി തേങ്ങയും അതിനനുസരിച്ചുള്ള പഞ്ചസാരയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൂരിയും പഞ്ചസാരയും മിക്സ് ആക്കുക. അതിൻ്റെ കൂടെ തന്നെ ഏലക്കായ വേണമെങ്കിൽ നമുക്ക് ചതച്ച് ചേർക്കാം, പൊടിച്ച് ചേർക്കാം. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല. കുട്ടികൾക്ക് ഏലക്കായ കടിക്കുമ്പോൾ അവർക്ക് തിന്നാനുള്ളൊരു ഫ്ലോ നഷ്ടമാവും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചേർത്തിട്ടില്ല. അതിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. എന്നിട്ട് നമുക്ക് പൂരിക്ക് പരത്തുന്ന പോലെ പരത്തി ഞാൻ പറഞ്ഞല്ലോ. ശേഷം നമുക്ക് ഈ മിക്സ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ മോമോസൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല, അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഈ മാവ് ഫില്ലിങ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ചുരുട്ടിയെടുക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർക്ക് വെച്ചായാലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് പുറത്ത് പോകാതിരുന്നാൽ മതി. ഞാനിവിടെ ഫോർക്കാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഫോർക്ക് കൊണ്ട് എടുത്തിട്ട് ഫസ്റ്റ് തന്നെ പാളിപ്പോയി. എന്നാലും പിന്നെ എനിക്കെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം 6 എണ്ണമാണ് ഇവിടെ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ 6 എണ്ണം നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ എല്ലാം കൂടി ഒന്നിച്ച് ഇതുപോലെ മടക്കി വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ലാസ്റ്റ് എണ്ണയിൽ നമുക്ക് വറുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം നിങ്ങളുടെ അനുസരിച്ച് വലിപ്പം വേണമെങ്കിൽ ഇനി വലിപ്പം വെക്കാം, അല്ലെങ്കിൽ വലിപ്പം കുറക്കണമെങ്കിൽ വലിപ്പം കുറക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇതിന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വറുത്തെടുക്കാം, എണ്ണയിൽ വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് ഇതിനകത്ത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടെ, എന്ത് വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് വറുത്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എണ്ണയിൽ ഇട്ട് വറുത്തെടുത്ത് ഓരോന്നും വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ ഞാൻ 5 എണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് അതിൻ്റെ ചട്ടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി അവിടെ വറുത്ത് വരട്ടെ. ഇതിനിപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്സിന് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി പലഹാരമാണിത്. ഉണ്ടാക്കി നോക്കിയവർ ഇതിൻ്റെ അഭിപ്രായം പറയണം. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലോട്ട് പറയാൻ മറക്കും.